ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് വഴി നമുക്ക് എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം എന്നാണ്. അതുപോലെ ഷോർട്സ് ശരിയായ രീതിക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് താഴെ കാണാൻ പറ്റും. ഷോർട്സ്, സബ്സ്ക്രിപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പ്ലസ് ഐക്കൺ വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. അതിൽ നമുക്ക് സൈഡ് ബട്ടൺ അമർത്തുമ്പം നമുക്കിത് ഇതുപോലെ വീഡിയോസ് സെലക്ട് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോസ് നിങ്ങളെ കയ്യിലുണ്ടാകും. അതെടുക്കുക. ഇഷ്ടമുള്ള വീഡിയോ എടുത്തിട്ട് ഇതുപോലൊരു ഇതിൽ കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ആ ഒരു ഡൺ കൊടുക്കുക. ഇതിൽ ട്രിമ്മൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് ഡൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിത് ഡൺ കൊടുത്തപ്പോൾ പ്രോസസ്സിങ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പ്രോസസ്സിങ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് പ്രോസസ്സായി. ഓക്കെ ആയി. ഇനി ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്കിതിൽ വലിയൊരു ഇതൊന്നും ഈ റോളൊന്നും ഇതിൽ ചെയ്യാനില്ല. റീടച്ച് അതൊന്നും ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെയാണിത്. ഞാൻ വെറുതെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ആ ഒരു ടിക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ട് വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് മ്യൂസിക് സെലക്ട് ചെയ്യാം. മ്യൂസിക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പിന്നെ അതിൽ കുറച്ച് എന്താ പറയുക, എഴുതുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലതും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോയിൽ ഫ്രണ്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണിത്. ഇതിൽ ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. ഫിൽറ്റർ മാറ്റുന്നുണ്ടെങ്കിൽ ഫിൽറ്റർ മാറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ ഫിൽറ്റർ ഒന്നും ഇതിൽ ചേഞ്ച് ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്യാതെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് വോയിസ് ഓവറാണ്. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് വോയിസ് ഓവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വോയിസ് ഓവറിൻ്റെ ഓപ്ഷൻ അതിലുണ്ട്. അപ്പോൾ അതും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം ഇതിൽ സെറ്റ് ചെയ്തിട്ടാണ് ഇതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ വന്നിട്ട് വലിയ എഡിറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഓക്കെ, പിന്നീട് ഇത് സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇതൊന്നും നമുക്ക് വലിയ ആവശ്യങ്ങൾ വരുന്നില്ല, നല്ല എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു എന്താ പറയുക, ടൈറ്റിലൊക്കെ ആഡ് ചെയ്യേണ്ട ഒരു പേജാണ് വരുന്നത്. അപ്പോൾ ആദ്യം അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൽ സിമ്പിൾ മെഹന്തി ഡിസൈൻ എന്നാണ് കൊടുത്തേക്കുന്നത്. സിമ്പിൾ മെഹന്തി ഡിസൈൻ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താ പറയുക ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഹാഷ് ടാഗ്സ് അടിച്ചു കൊടുക്കുക. ഇഷ്ടമുള്ളത് അടിച്ചു കൊടുക്കാം എന്ന് ഞാൻ പറയുന്നില്ല, ഇഷ്ടമുള്ളതല്ല നമുക്ക് അടിച്ചു കൊടുക്കേണ്ടത്. ഇതിൽ നമ്മൾ നമ്മുടെ കണ്ടന്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എന്താ പറയുക ടാഗ്സ് മാത്രമേ നമ്മൾ അടിച്ചു കൊടുക്കാവൂ. അപ്പോൾ ഞാൻ ഇവിടെ ഷോർട്സ് വീഡിയോ, മെഹന്തി, ഹെന്ന, അപ്പോൾ എൻ്റെ കണ്ടന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടാഗ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടാഗ് ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഷോർട്സൊക്കെ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാം ഇങ്ങനെ വലിച്ചുവാരി നമുക്ക് ഇടാൻ പറ്റത്തില്ല. ഇതിൽ 100 സെൻറ്റൻസ് മാത്രമേ ഇതിൽ ചെയ്ത് കൊടുക്കാൻ അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. 100 സെൻറ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൽ എന്താ പറയുക ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അതിൽ ആ ഒരു എണ്ണം കാണിക്കും. 90 കഴിയുമ്പോഴത്തേക്കും അതിൽ 100 ഔട്ട് ഓഫ് എത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് അതിൽ കാണിക്കും. അപ്പോൾ ഞാൻ കറക്റ്റ് 100 അടിച്ചു കൊടുത്തോണ്ടാണ് ഇത് ഇങ്ങനെ 100 ആയി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ടാഗ് ഇടുമ്പം ശ്രദ്ധിക്കുക, കണ്ടന്റ് അനുസരിച്ച് ടാഗ് ഇടാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം കവർ ഫോട്ടോ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എഡിറ്റ് ഓപ്ഷൻ കണ്ടില്ലേ, നമ്മളൊരു വീഡിയോയിൽ അതിൽ നമുക്കിഷ്ടമുള്ള കവർ ഫോട്ടോ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ കവർ ഫോട്ടോ ചെയ്യാനായിട്ട് പറ്റത്തില്ല, നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പറ്റത്തില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കവർ ഫോട്ടോ എന്തെങ്കിലും സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് ആദ്യമേ നമ്മൾ സെറ്റാക്കി വെക്കണം. അപ്പോൾ കാണുമ്പോൾ അട്രാക്റ്റീവായിട്ട് തോന്നുന്നതോ അങ്ങനെയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കവർ ഫോട്ടോ അതിൽ സെറ്റാക്കി വെക്കുക. ആ വീഡിയോയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ചെയ്യുന്നത് ലൊക്കേഷൻ നിങ്ങൾക്ക് വെക്കുന്നെങ്കിൽ വെക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ വെക്കാം. പിന്നെ അത് വെച്ചിട്ട് വലിയ ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സെറ്റ് വിസിബിലിറ്റി,
വിസിബിലിറ്റി എന്ന് പറയുന്നത് പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ അത് അൺലിസ്റ്റഡ് ആക്കി വെക്കണം. ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ഈ ഒരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സെറ്റ് വിസിബിലിറ്റിയിൽ അൺലിസ്റ്റഡ് കൊടുക്കുക. നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പബ്ലിക് എന്നുള്ളത് അൺലിസ്റ്റഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ്റെ കാര്യം ഇപ്പോഴാണ് കേട്ടോ വന്നത്. അപ്പോൾ ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ ഉള്ളത് സെലക്ട് ഓഡിയൻസ്. സെലക്ട് ഓഡിയൻസിൽ നമ്മൾ 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വരുന്നത് റിലേറ്റഡ് വീഡിയോ ആണ്. റിലേറ്റഡ് വീഡിയോയിൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോ റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഷോർട്സ് എടുത്ത് നോക്കുന്ന സമയത്ത് എല്ലാവരും നോക്കുന്നവർ ആ റിലേറ്റഡ് വീഡിയോയും കൂടെ എടുത്ത് നോക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വ്യൂസോ സബ്സ്ക്രൈബ്സോ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ വീഡിയോ റീമിക്സിങ്. അത് നിങ്ങൾക്ക് വീഡിയോയും ഓഡിയോയും റീമിക്സ് ബാക്കിയുള്ളവരെടുത്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇത് കൊടുക്കുക. അല്ലെങ്കിൽ ഓൺലി മ്യൂസിക് റീമിക്സിങ് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ പെയ്ഡ് പ്രൊമോഷൻ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലേബൽ കൊടുക്കാണ്ട് ആ ഒരു ഓപ്ഷൻ ചെയ്യുക. അത് പെയ്ഡ് പ്രൊമോഷന് വേണ്ടി മാത്രമാണ്. പിന്നെ വരുന്നത് ആൾട്ടേർഡ് കണ്ടന്റ്. ആൾട്ടേർഡ് കണ്ടന്റിൽ നമ്മൾ നോ കൊടുക്കുക. ഓക്കെ, നോ എന്ന ഓപ്ഷൻ കൊടുക്കുക. ദെൻ കമൻസിൽ നിങ്ങൾക്ക് ഓഫാക്കി ഇടണമെന്നുണ്ടെങ്കിൽ ഓഫാക്കി ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഓണാക്കി തന്നെ ഇടാം. കമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഓണാക്കി തന്നെ ഇടാം. ഞാനിപ്പോൾ ഓണാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ഷോർട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷോർട്സ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഷോർട്സ് ഇതുപോലെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ അപ്ലോഡായിട്ട് ബാക്കി പ്രൊസീജിയേഴ്സ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡായി അൺലിസ്റ്റഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആൾക്കാരൊന്നും അത് കാണത്തില്ല, കാരണം നമ്മൾ പബ്ലിക് ആക്കിയിട്ടില്ല. അൺലിസ്റ്റഡിലാണ് ഈ ഒരു വീഡിയോ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്നുകൂടി അപ്ലോഡ് ചെയ്തിട്ടുള്ള. അൺലിസ്റ്റഡിലാണ് കിടക്കുന്നത്. ഇനി നമ്മൾ പോകേണ്ടത് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ്. ഇതുപോലൊരു ആപ്പ് നിങ്ങൾ എടുത്തിട്ടിരിക്കുക. നമ്മുടെ യൂട്യൂബിലുള്ള കാര്യങ്ങളും അനലിറ്റിക്സ് എല്ലാം നമുക്കിതിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ കണ്ടന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുക. അതിൽ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തിരിക്കുന്നതിൽ വ്യൂ ഓൾ കൊടുക്കുക. വ്യൂ ഓൾ കൊടുത്തിട്ട് നമ്മളിതിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ എടുക്കുക. അതിൽ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും ഏറ്റവും മുകളിൽ. അപ്പോൾ ആ ഒരു എഡിറ്റ് ഓപ്ഷൻ എടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിസിബിലിറ്റി അൺലിസ്റ്റഡ് ആയിട്ട് നിങ്ങളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് മാത്രമാണ് ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്ന ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ അൺലിസ്റ്റഡിൽ അപ്ലോഡ് ചെയ്ത് 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓക്കെ, നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ എടുക്കുക, എഡിറ്റ് ഓപ്ഷൻ എടുക്കുക. എഡിറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ആ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നേരത്തെ ഇട്ടതുപോലത്തെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടാഗ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ എൻ്റെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ടാഗ്സിനായിട്ട് കൊടുക്കുന്നുണ്ട്. ഷോർട്ട് വീഡിയോ, മെഹന്തി, അങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. നിങ്ങളുടെ കണ്ടന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ഹാഷ് ഇല്ലാത്ത കീവേഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ചുമ്മാ ആ ഒരു നമ്മുടെ കണ്ടന്റ് റിലേറ്റഡ് വേർഡ്സ് അടിച്ചു കൊടുക്കുന്നതാണ് കീവേഡ്സ്. അപ്പോൾ ഞാൻ കുറച്ച് മെഹന്തി ആർട്ടിസ്റ്റ്, ഹെന്ന ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് കീവേഡ്സ് അടിച്ചു കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് കൊടുത്ത ഓപ്ഷൻസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അൺലിസ്റ്റഡ് മാറ്റി നമ്മൾ പബ്ലിക് കൊടുക്കുക. പബ്ലിക് കൊടുത്തിട്ട് നമ്മൾ സേവ് ആക്കുക. അപ്പോൾ അൺലിസ്റ്റഡ് ആണല്ലോ നമ്മൾ നേരത്തെ കൊടുത്തത്, അത് പബ്ലിക് ആക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, പബ്ലിക് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് സേവ് ആക്കി കൊടുക്കാം. അപ്പോൾ അത് സേവായി. ഇനി ഇത് പബ്ലിക്കിൽ കിടക്കും. അൺലിസ്റ്റഡ് മാറി ഇതിനി എല്ലാവർക്കും ഈ ഷോർട്സ്
എല്ലാവരിലേക്കും എത്തും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വ്യൂസ് കൂടും, സബ്സ്ക്രിപ്ഷൻസ് കൂടും. എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ ഷോർട്സിൽ കുറച്ച് വ്യൂസ് കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വ്യൂസ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഞാനിത് പബ്ലിക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഡിലീറ്റ് ആക്കുവാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യും കേട്ടോ. നല്ല വ്യൂസ് കിട്ടാൻ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും തരാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.